എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലാതെ പൗലോസ് ഉണ്ടാക്കിയ കള്ളക്കഥയിൽ നിൽക്കുന്നവരല്ല ക്രിസ്ത്യാനികൾ. അപ്പോ പൗലോസിന്റെ ഇതിലേക്ക് ഞാനിപ്പോ എടുത്തില്ല, പൗലോസിന്റെ ഒരു വാക്യം പോലും എടുത്തില്ല. അപ്പൊ ഞാൻ തിരിച്ച് ഇത് പിൽക്കാലത്ത് തൃത്വത്തിലേക്ക് നയിക്കുന്ന അടിത്തറയായി മാറി. 4. ചരിത്രത്തിന്റെ വിജയം. യേശുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരുടെ ഗ്രൂപ്പായ യഹൂദ ക്രിസ്ത്യാനികൾ, എബിയോനൈറ്റ്സ് പോലുള്ളവർ കാലക്രമേണ ഇല്ലാതായി. പകരം റോമൻ സാമ്രാജ്യത്തിന്റെ പിന്തുണയോടെ പൗലോസിന്റെ ആശയങ്ങൾ പ്രചരിക്കുകയും അത് ഇന്നത്തെ ക്രിസ്തുമതമായി മാറുകയും ചെയ്തു. ചരിത്രപരമായ വശങ്ങൾ പരിശോധിക്കുമ്പോൾ യേശുവിനെ ഒരു യഹൂദപ്രവാചകൻ എന്ന നിലയിൽ നിന്ന് ദൈവികപുത്രൻ എന്ന പദവിയിലേക്ക് ഉയർത്തുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ചത് പോൾ ദി അപ്പോസ്റ്റലാണ്. പൗലോസിന്റെ പ്രവർത്തനങ്ങളെയും അദ്ദേഹത്തിന്റെ സ്വാധീനത്തെയും താഴെ പറയുന്ന വസ്തുതകളിലൂടെ വിശകലനം ചെയ്യാം. 1. പൗലോസും ഗ്രീക്ക് റോമൻ ലോകവും. യേശുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാർ, ഉദാഹരണത്തിന് പത്രോസും യാക്കോബും, യഹൂദന്മാരോട് മാത്രമാണ് സംവദിച്ചിരുന്നത്. അവർ യേശുവിനെ യഹൂദ നിയമങ്ങൾ, തോറ പാലിച്ച ഒരു മിശിഹ ആയിട്ടാണ് കണ്ടത്. എന്നാൽ പൗലോസ് ക്രിസ്തുമതത്തെ കൊണ്ടുപോയത് ഗ്രീക്ക് തത്വചിന്തകൾക്ക് ആധിപത്യമുള്ള അന്താരാഷ്ട്ര സമൂഹത്തിലേക്കാണ്. ഗ്രീക്കുകാർക്ക് ഒരു മനുഷ്യൻ മിശിഹ ആകുക എന്നതിനേക്കാൾ ഒരു ദൈവം മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ വരിക എന്നതായിരുന്നു കൂടുതൽ പരിചിതം. പൗലോസ് യേശുവിനെ ഈ രീതിയിൽ അവതരിപ്പിച്ചു. 2. രണ്ടാമത്തെ ദൈവം എന്ന സങ്കല്പം. പൗലോസ് തന്റെ ലേഖനങ്ങളിൽ യേശുവിനെക്കുറിച്ച് പുതിയ ചില സങ്കല്പങ്ങൾ കൊണ്ടുവന്നു. സൃഷ്ടിയുടെ പങ്കാളി. ലോകം സൃഷ്ടിക്കപ്പെട്ടത് യേശുവിലൂടെയാണെന്ന് പൗലോസ് വാദിച്ചു. കൊലോസ്യർ രാത്രി 1:16. ഇത് യഹൂദന്മാരുടെ ഏകദൈവ സങ്കല്പത്തിന്, ദൈവം ഏകനായി പ്രപഞ്ചം സൃഷ്ടിച്ചു, വിരുദ്ധമായിരുന്നു. ദൈവരൂപം. യേശു ദൈവരൂപത്തിൽ ഇരുന്നവൻ ആണെന്നും എന്നാൽ മനുഷ്യനായി സ്വയം താഴ്ന്നവനാണെന്നും പൗലോസ് പഠിപ്പിച്ചു. ഫിലിപ്പിയർ അനുപാതം 2:6. 3. യഹൂദ നിയമങ്ങളെ തള്ളിക്കളയൽ. യേശു യഹൂദ നിയമങ്ങൾ പാലിച്ച് ജീവിച്ച ഒരാളായിരുന്നു. എന്നാൽ പൗലോസ് വാദിച്ചത് യേശുവിന്റെ മരണത്തോടെ പഴയ നിയമങ്ങൾ, പരിച്ഛേദന, ഭക്ഷണക്രമങ്ങൾ തുടങ്ങിയവ ആവശ്യമില്ലാതായി എന്നാണ്. ഇത് യേശുവിന്റെ ആദ്യകാല ശിഷ്യന്മാരും പൗലോസും തമ്മിൽ കടുത്ത തർക്കങ്ങൾക്ക് വഴിതെളിച്ചു. യഹൂദ ക്രിസ്ത്യാനികൾ യേശുവിനെ ഒരു മനുഷ്യപ്രവാചകനായി കണ്ടപ്പോൾ പൗലോസിന്റെ നേതൃത്വത്തിലുള്ള അക്രൈസ്തവ ക്രിസ്ത്യാനികൾ യേശുവിനെ ആരാധനാപാത്രമായ ദൈവമാക്കി മാറ്റി. 4. മരണം കൊണ്ട് പാപപരിഹാരം, അറ്റോൺമെന്റ്. യേശുവിന്റെ മരണത്തിന് പൗലോസ് നൽകിയ വ്യാഖ്യാനമാണ് പിൽക്കാലത്ത് ക്രിസ്തുമതത്തിന്റെ അടിസ്ഥാനമായത്. യേശു ലോകത്തിന്റെ പാപത്തിനുവേണ്ടി മരിച്ച ഒരു ദൈവിക ബലിയാണെന്ന് പൗലോസ് പഠിപ്പിച്ചു. ഈ ബലിസങ്കല്പം ഗ്രീക്ക് റോമൻ മതങ്ങളിൽ സാധാരണമായിരുന്നു. ദൈവം തന്നെ മനുഷ്യനായി വന്ന് ബലിയർപ്പിക്കപ്പെടുന്നു എന്ന ഈ ചിന്ത യേശുവിന്റെ ദൈവത്വത്തിന് അടിത്തറ പാകി. 5. ബൈബിൾ എഴുതപ്പെട്ട ക്രമം. നമ്മൾ പലപ്പോഴും കരുതുന്നത് 4 സുവിശേഷങ്ങൾക്ക് ശേഷമാണ് പൗലോസിന്റെ ലേഖനങ്ങൾ വന്നതെന്നാണ്. എന്നാൽ വസ്തുത അതല്ല. ബൈബിളിലെ ഏറ്റവും പഴയ രചനകൾ പൗലോസിന്റെ ലേഖനങ്ങളാണ്. AD 50കളിൽ. അതിനുശേഷമാണ് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത്. പൗലോസ് നിർമ്മിച്ചെടുത്ത ദൈവപുത്രൻ എന്ന ഇമേജ് പിന്നീട് എഴുതപ്പെട്ട സുവിശേഷങ്ങളെ, പ്രത്യേകിച്ച് ലൂക്കോസ്, യോഹന്നാൻ, വലിയ രീതിയിൽ സ്വാധീനിച്ചു. ചുരുക്കത്തിൽ, ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ രൂപത്തിലുള്ള ക്രിസ്തുമതത്തിന്റെ യഥാർത്ഥ ശില്പി പൗലോസാണ്. യേശു പഠിപ്പിച്ചത് ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ചായിരുന്നുവെങ്കിൽ പൗലോസ് പഠിപ്പിച്ചത് യേശു എന്ന ദൈവത്തെക്കുറിച്ചായിരുന്നു. യഹൂദ ഏകദൈവ വിശ്വാസത്തെ ഗ്രീക്ക് മിത്തോളജിയുമായി കലർത്തി യേശുവിനെ ദൈവമാക്കുന്ന പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത് പൗലോസിന്റെ ലേഖനങ്ങളാണ്.